നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ മോളെ മോളു മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ നോക്കി, എനിക്കൊന്നുമില്ല. അമ്മയാകെ പേടിച്ചു പോയടാ. അമ്മ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ ചെറുതായിട്ടൊന്ന് ഭയന്നു. മോള് കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ടെൻഷനൊക്കെ പോയി. അമ്മേ, നിങ്ങൾ വാ. ഇവിടെ കൂടുതൽ ഇങ്ങനെ നിന്നാ പറ്റില്ല. അത് കയറിട്ട് ബാക്കി സംസാരിക്കാം. വാ. അല്ല, പോലീസ് എന്താ മോളെ ഇവിടെ? എന്താ ശമി, എന്താ കാര്യം? കുറച്ചുകൂടി ക്ഷമിക്കാദ്യട്ടോ. എന്താ ഏതാന്നൊക്കെ ഇപ്പൊ അറിയാം. അയ്യോ, എന്നെ രക്ഷിച്ച് ഈ വീട്ടിൽ തിരിച്ചു കയറ്റിയ മാഡം എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതായിരിക്കും. പോലീസുകാർക്ക് കുടുംബകാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തമല്ലേ. ഭാഗ്യം, ഇവിടെ ഇപ്പോ അമ്മ എല്ലാരും എന്നെ പീഡിപ്പിച്ചു എന്ന് SIയോട് പറയാം. എന്റെ പൊന്നു മാഡം, മാഡം ആണ് എന്നോട് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത്. അതെ മാഡം, ഇവിടെ ആർക്കും എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ ഹസ്ബൻഡ് അരുൺ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനൊരു പരിഹാരം മാഡം ഉണ്ടാക്കി തരണം. അത് മാത്രമല്ല മാഡം, ദാ നോക്കിയേ, ഇവളെ ഈ അശ്വതിയെ സ്വന്തം ഭാര്യ പോലെ ഇവിടെ താമസിപ്പിച്ചിരിക്കുക എന്റെ ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് അരുണിന്റെ രണ്ടാം ഭാര്യ ഇവള്. ഇവളുടെ മോളാ ഇത്. ഈ വീട്ടില് മറ്റൊരു ഭാര്യ ഞാൻ എങ്ങനെ സഹിക്കും മാഡം? അമ്മയും മോളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം മാഡം. പേടിക്കണ്ടോ. ഇവിടെ അമ്മ അച്ഛനും എല്ലാരും ഇവൾക്ക് സപ്പോർട്ടാ. പാവം, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കൊരാശ്രയം മാഡം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ അമ്മയും മോളെയും ഇവിടെ ഇറക്കി വിടണം മാഡം. ഞാൻ ഇത്രയും സങ്കടം പറഞ്ഞിട്ടും മാഡം തോന്നും മിണ്ടാത്തെ. ഞാനൊരു പാവമാ മാഡം. പോലീസെങ്കിലും എന്നോടൊപ്പം നിക്കണം. നിക്കാം, അതിനാ ഞങ്ങളിപ്പോ വന്നത്. അതെയോ? എന്നാ ഈ അശ്വതിയെ അറസ്റ്റ് ചെയ്യണം, വേഗം വേണം. ആരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെന്താ മാഡം ഒരു ദുസ്സൂചന പോലെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.